അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ബേബി അവനും അവൻ്റെ ബേബി ഞാനും അല്ലേ, ഞങ്ങളുടെ അല്ലേ. നമസ്കാരം. എല്ലാവർക്കും പരിചയമുള്ള രണ്ട് മുഖങ്ങളായിരിക്കും ഇവരുടേത്. ജ്യോതിക, യദുകൃഷ്ണ. ഇവർ രണ്ടുപേരും അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേമസ് ആണ്. ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഈ ജ്യോതിക എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഫ്ലവേഴ്സിൽ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഷോ വഴിയാണ് ഇവരെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. ഇവർ രണ്ടുപേരും ഒരുപാട് വർഷത്തെ പ്രണയത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്നുള്ള ഒരു ബൈക്ക് ആക്സിഡൻറ്റ് കാരണം ഈ യദുകൃഷ്ണന് സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റി. അപ്പോൾ ഇപ്പോൾ വീൽ ചെയറിലാണ്, നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ആളാണ് യദു. എന്തായാലും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ആ ഒരു കുട്ടി ജ്യോതിക ഒരിക്കലും ആ ഒരു യദുവിനെ തള്ളിപ്പറഞ്ഞോ അല്ലെങ്കിൽ വിട്ടുപോകാനോ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും കൂടെയുണ്ട്. അവർ ഒരുമിച്ചാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസാക്കി അത് സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അതിന് ഒരുപാട് ആൾക്കാർ ആ വീഡിയോസ് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് മോശപ്പെട്ട കമൻറ്റ് ഇടാറുണ്ട്, ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻറ്റ് ഇടാറുണ്ട്. കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കമൻറ്റ് ഇടുന്നത്. അവരുടെ വീഡിയോസിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിൽ കുറച്ച് പേരുണ്ടാവുമല്ലോ, അതായത് ഒരു പറമ്പിലെ നമ്മൾ തേങ്ങ പറിച്ചു കഴിഞ്ഞാൽ എല്ലാ തേങ്ങയും നല്ലതാവണം എന്നില്ലല്ലോ. അതിൽ ഒന്നോ രണ്ടോ തേങ്ങ ചിലപ്പോൾ കേട് സംഭവിച്ചതുണ്ടാവും, ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതിൽ കുറച്ച് തേങ്ങ എന്തായാലും മോശപ്പെട്ടതായിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ വീഡിയോസിൻ്റെ അടിയിലും ചില മോശപ്പെട്ട കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു കമൻറ്റിനെതിരെ ഇവരിപ്പോൾ ഒരു സങ്കടത്തോടെ, അതായത് വിഷമത്തോടു കൂടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിഷമം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവർ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗം ഞാനിവിടെ വെക്കാം. കഴിഞ്ഞ ദിവസത്തെ റെയിൻ്റെ വീഡിയോയ്ക്കകത്ത് അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കമന്റിന്റെ ആവശ്യകതയേ ഇല്ല. അത് മാത്രമല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ രണ്ടിനും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ കുട്ടികളെ പറ്റി ചിന്തിക്കേണ്ട സമയമായിട്ടില്ല. ഒരുത്തൻ്റെ ഡൗട്ടാണ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമോ എന്ന്. എന്തായാലേ ആ കമൻ്റ് ഇട്ടവൻ്റെ ഓരോ സംശയങ്ങൾ, കുട്ടികൾ ഉണ്ടാകുമോ, അവർക്ക് കുട്ടികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കോ ഒരു പ്രശ്നമല്ല. അവർ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ ഇവർ പറയുന്നുണ്ട് ഇവർ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്ത ഇവർക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക എന്ന് കമൻ്റ് ഇട്ട അവൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായാലും സമ്മതിക്കണം. കാരണം ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ ഇടുമ്പോൾ ഇതൊന്നും ചുമ്മാ അങ്ങനെ വിട്ടുകളയാൻ പാടില്ല. അതായത് തക്കതായുള്ള മറുപടി ഇതിന് കൊടുക്കണം. അപ്പോൾ ഇതേപോലത്തുള്ള കമൻറ്റൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്താൽ മതി. ഇവനൊന്നും പിന്നെ വാ തുറക്കില്ല, അങ്ങനത്തെ കമൻറ്റുകളായിരിക്കണം കൊടുക്കേണ്ടത്. അതെന്താണെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോകും. അപ്പോൾ അതേപോലെയുള്ള മറുപടികളൊക്കെ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവർ വാ തുറക്കില്ല. എന്നാലും ബാക്കിയൂടെ ഇവർ പറയുന്നതൊന്ന് കേൾക്കാം. മാത്രമല്ല, ഈ പ്രേമത്തിന്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ വേണോ, കുട്ടികൾ വേണോ, കുട്ടികൾ ഉണ്ടായാലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാധനമൊന്നും ഇല്ല. അതെ, അത് വേറൊരു പോയിന്റ്. പിന്നെ ഞാൻ കുട്ടികളിൽ ഉണ്ടാകില്ല എന്ന് സ്പൈനൽ കോഡ് ഇഞ്ചറി പേഷ്യൻസിന് കുട്ടികൾ ഉണ്ടായിട്ട് ആരും കണ്ടിട്ടില്ലേ? കുട്ടികൾ ഉണ്ടാകാൻ അത്ര നമുക്ക് അതെ, അത് മിക്ക സ്പൈനൽ കോഡ് ഇഞ്ചറി പേഷ്യൻസിന് നോക്കിയാൽ മതി, കുട്ടികളൊക്കെ ഉണ്ട്. അതിനുള്ള ഓരോരോ ടെക്നോളജി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അല്ല, അങ്ങനെ സാധാരണ സെക്ഷൽ രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാകുന്നവരുണ്ട്. അല്ലാണ്ട് ഈ ഇപ്പോഴാണെങ്കിൽ എന്തോരം ടൈപ്പ് ഓഫ് ടെക്നോളജീസ് ഉണ്ട്. സയന്റിഫിക്കലി കുറേ സംഭവങ്ങളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ബേബി അവനും അവൻ്റെ ബേബി ഞാനും അല്ലേ, ഞങ്ങളുടെ അല്ലേ. കണ്ടില്ലേ, അവരിപ്പോഴും സന്തോഷത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ കമൻ്റ് ഇടുന്നവർക്കാണ് പ്രശ്നം. എന്തൊക്കെയാണ് സംശയങ്ങൾ? അതായത് ഇത് സംശയങ്ങളല്ല, ഇത് വെറുതെ ചുമ്മാ ഒരു എന്താ പറയുക, ചൊറിച്ചിലുണ്ടല്ലോ ഓരോരുത്തർക്ക്. ആ ഒരു ചൊറിച്ചിൽ തന്നെയാണ് ഇവരുടെ ഈ വീഡിയോയുടെ അടിയിലൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള ചൊറിച്ചിലുകളൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ചൊറിച്ചിലിനൊന്നും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ആരുടെയും മുഖത്ത് നോക്കിയൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും. കാരണം ഇങ്ങനെ കമൻ്റ് ഇടുന്നവർക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടാവും. ഈ കമൻ്റ് ഇട്ട് ഇങ്ങനെ ഒരു ആവേശം വന്നു തുടങ്ങിയാൽ ഈ പബ്ലിക്കൊക്കെ പോയി ഇതേപോലെയുള്ള പച്ചക്കങ്ങ് തുറന്ന് പറയും. അപ്പോൾ എന്തായാലും നാട്ടുകാരെടുത്ത് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാട്ടുകാരുടെ സംശയങ്ങൾ ഇതോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ഇതേപോലെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇവരുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അതിൽ അടുത്ത ഒരു സംശയത്തും കൂടെ ഇവർ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ പറ. എന്നോടല്ല, കമൻസിനകത്ത് കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ കല്യാണ വ്ലോഗിനകത്താണെങ്കിൽ നമ്മുടെ മിക്ക വീഡിയോസിനകത്ത് ഞാൻ ഇതിൻ്റെ മടി കയറി ഇരിക്കുന്നുണ്ട്. അപ്പം കാലിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലേ, അങ്ങനെ കാലിൽ ഇരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പറഞ്ഞിട്ടുള്ളവരും ഉണ്ട്, നമുക്ക് ഇച്ചിരി ഹേർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളവരും ഉണ്ട്. അപ്പം
അത് സത്യം പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. എന്നുവെച്ചാൽ എനിക്ക് തൈ സപ്പോർട്ടുണ്ട്. തൈ സപ്പോർട്ടുള്ള സമയത്ത് അവളങ്ങനെ ഇരിക്കാറുള്ളൂ. എനിക്ക് വീൽ ചെയർ ആണല്ലോ പോലും തൈ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞാൻ ഇരിക്കാറുള്ളൂ. എൻ്റെ കംഫർട്ടോട് നോക്കിയേ ഞാൻ അവളെ ഇരുത്താറുള്ളൂ. എന്നുവെച്ചാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് തൈ സപ്പോർട്ട് ഇല്ലാണ്ട് മടിയിൽ ഇരുത്തുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ തൈ സപ്പോർട്ട് ഉണ്ടായിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഞാൻ അവളെ ഇരുത്താറുള്ളൂ മടിയിൽ. അതിപ്പോൾ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാറിൽ നല്ല തൈ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ എൻ്റെ കംഫർട്ടായിട്ട് ഇരുന്നത്. അപ്പോൾ തൈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നം വരത്തില്ല. പിന്നെ എന്താ കുഴപ്പമുണ്ടെങ്കിൽ ഞാനും ഇരിക്കത്തില്ലല്ലോ. കുഴപ്പമുണ്ടെങ്കിൽ അവളും ഇരിക്കത്തില്ല. പിന്നെ ഏതൊരു ഞാൻ ഇരുന്നില്ലെങ്കിലും എന്നെ പിടിച്ചിരുത്തുന്നതും അതെ, അതാണ്. എല്ലാ പാർട്ട്നേഴ്സിന്റെ ഒരു സന്തോഷമല്ലേ മടിയിലിരുത്താന്നൊക്കെ ഉള്ളത്. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനു മുന്നേ ബസ്സിൽ പോകുമ്പോഴാണേലും അതുപോലെ ട്രെയിനിൽ പോകുമ്പോഴാണേലും അവൾ എൻ്റെ മടിയിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ എനിക്ക് ഒത്തിരി വെയിറ്റ് ഒന്നും ഇല്ല, ഞാൻ എല്ലാവരുടെയും മടിയിലായിരിക്കുന്നത്. അതെ, എല്ലാവരുടെയും മടിയിലായിരിക്കുന്നത്. അപ്പം കുറെ പേരിങ്ങനെ ലവ് ചിഹ്നൊക്കെ ഇട്ട് അങ്ങനെ ശരിയാണോ മോളെ ഒരു ഡൗട്ട് പോലെ, അവർക്ക് ഡൗട്ട് പോലെ, സംശയം പോലെ. അത് കുഴപ്പമില്ലെന്നോ, ചിലത് പക്ഷെ നമ്മളോട് ഒരുമാതിരി ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തുള്ള രീതിയിൽ അപ്പൊ എനിക്ക് ശരിക്കും വിഷമായി. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയതാണ്. അപ്പം നമുക്ക് മുന്നേ നമ്മൾ മടി ഇരുന്നിട്ടുണ്ട്. അപ്പം അന്ന് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ പറ്റാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് മൊമെന്റ്സിലാണ് നമ്മൾ ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്നത്. കുറച്ച് സന്തോഷം. അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവന്റെ മടി ഇരിക്കുന്നത് ഇഷ്ടമായിരുന്നു, പണ്ടും ഇഷ്ടമാണ്. അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മടിയിലിരിക്കുന്നതാണ് കുറച്ച് പേർക്ക് പ്രശ്നം. ഈ മടിയിലിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് വീഡിയോയിൽ. ചിലർ സ്നേഹത്തോടു കൂടി, അതായത് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് യദുവിനുണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള കൺസേൺ കൊണ്ടാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ചിലർ ഒരു എന്താ പറയുക, ഇവരെ കുത്തി ഒന്ന് സംസാരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അത് ഇവരുടെ ഈ ഒരു വീഡിയോയുടെ ഇവരുടെ മുഖഭാവവും ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരിക്കലും മാറാനൊന്നും പോകുന്നില്ല. അവരിങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അവരുടെ കമൻറ്റ് ഇടൽ ഈ ജീവിതത്തിൽ നിർത്താനും പോകുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഇതേപോലുള്ള കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ അതിനുള്ളൊരു തിരിച്ചടി എന്തെങ്കിലും അവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇവർക്ക് നല്ലത്. എന്തായാലും ഇവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് അത്യാവശ്യം സന്തോഷിക്കാവുന്ന അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനിടയിൽ ഇതേപോലുള്ള കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് സങ്കടം വരും. ആ ഒരു സങ്കടമാണ് ഇവർ ഈ വീഡിയോയിലൂടെ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യദു എന്ന് പറയുന്ന ഈ ഒരു പയ്യന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പഴയതുപോലെ ആവാൻ കഴിയില്ല എന്നൊന്നും ആരും തറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെയൊക്കെ പഴയതുപോലെ ആവാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. എന്തായാലും അങ്ങനെ ആവട്ടെ. എന്തായാലും ഇതേപോലുള്ള കമൻ്റ് ഇടുന്നവരെ പറ്റിയുള്ള നിങ്ങളുടെ, അതായത് ഈ വീഡിയോ കാണുന്നവരുടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.